ഗൈസ്, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇന്ന് വണ്ടീൻ്റെ ഫാസ് എടുക്കാൻ പോയിന് കേട്ടോ. ഫാസ് പറഞ്ഞാൽ സൗദി അറേബ്യയിലുള്ളവർക്കൊക്കെ അറിയാം, നാട്ടിലുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. മോട്ടോർ വാഹനങ്ങൾ വർഷം ഫിറ്റ്നസ് ചെക്ക് ചെയ്യും. അപ്പോൾ അതിന് ഇവിടെ പറയുന്ന പേരാണ് ഫാസ് എടുക്കുക. അപ്പോൾ അതിനൊന്ന് പോയിന്. ഇവിടെ വണ്ടി ഫുൾ സെറ്റപ്പ് ആക്കിക്കാണ്ട് കൊണ്ടുപോകണം നമ്മൾ. അതായത് ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഫിറ്റ്നസ് പാസ്സാവില്ല. ഫിറ്റ്നസ് പാസ്സായാലാണ് വണ്ടീൻ്റെ ഇസ്തിമാർ പറഞ്ഞാൽ വണ്ടീൻ്റെ നമ്മളെ നാട്ടിൽ RC ഇല്ലേ, അത് പുതുക്കി കിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് ശരിയാക്കിയാലാണ് പാസ്സാവുള്ളൂ. അപ്പോൾ രണ്ടാമത് പിന്നെയും അപ്പോയിൻമെൻറ്റ് എടുക്കണം, പിന്നെയും പൈസ കെട്ടണം, പിന്നെയും ചെക്ക് ചെയ്യണം. അതിലും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത് പോകണം. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഫസ്റ്റത്തേൽ തന്നെ കിട്ടി. വണ്ടീൻ്റെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിന്, അതൊക്കെ 2 ദിവസം മുമ്പ് തന്നെ ശരിയാക്കി. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിന്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഫാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് അല്ലറ ചില്ലറ പണികളൊക്കെ തീർക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാക്കത്തെ 2 ഡോറിൻ്റെ ഗ്ലാസ് മാറ്റണം, അതുപോലെ സീറ്റ് കവർ മാറ്റണം, അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. ഫുഡ് കഴിക്കാതെ ഇപ്പോൾ നേരം ഒരുപാടായി. അപ്പോൾ നേരെ ഹോട്ടലിൽ കയറിക്കാണ്ട് ഉച്ചക്കത്തും രാവിലക്കത്തും കൂടെ ഫുഡാണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സാഗർ ഹോട്ടലാണ് കേട്ടോ, ഇത് ജിദ്ദയിലുള്ള. അങ്ങനെ അവിടെ കയറിക്കാണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് വന്ന് നമുക്ക് 2 ഗ്ലാസ് ആദ്യം മാറ്റാണ്ട്, ഡോറിൻ്റെ ഗ്ലാസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് കറുപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചിന് ആദ്യം. അപ്പോൾ അതങ്ങനെ ഇളകി പോന്നിട്ട് അത് പറിച്ചിട്ടിന് ഞാൻ. അപ്പോൾ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഗമ്മ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ കഫീൽ പറഞ്ഞു എന്നാൽ ഗ്ലാസ് മൊത്തത്തിൽ മാറ്റിക്കള പറഞ്ഞു കണ്ട്. അങ്ങനെ മൂപ്പര് ഗ്ലാസ് ഇവിടുന്ന് സെക്കൻഡ് ഹാൻഡ് കൊടുക്കുന്നത് അതിന്. അങ്ങനെ അത് മാറ്റി. ഇത് ജിദ്ദയിലെ ഹരാജ് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. വണ്ടിൻ്റെ എല്ലാ വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാതരം വണ്ടീൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. ഇത് ഈ കാണുന്നത് മാത്രമല്ല, ഒരുപാട് ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് നേരെ വന്നത് നമ്മളെ ഫ്രണ്ടിൽ കുറച്ച് ഇൻറ്റീരിയർ കുറച്ച് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ മേലുള്ളത്, അതുപോലെ എല്ലാവരും ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ചൂട് കാരണം ഈ എയർ ബാഗിൻ്റെ ആ ഭാഗത്തൊക്കെ പൊട്ടീനു. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കണ്ട് ഒന്ന് കളർ ചേഞ്ച് ആക്കുകയാണ്, അതിനുള്ള പരിപാടിയാണ്. വെയിൽ കണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ. ചൂടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ പുറത്ത് പണിയെടുക്കണമെന്ന് തന്നെ നമുക്കറിയില്ല. കാരണം 40 ഡിഗ്രീൻ്റെ 50 ഡിഗ്രീൻ്റെ അടിയിലാണ് ചൂട് വരുന്നത്. ഈ ഈ ഒരു എയർ ബാഗിൻ്റെ ഈ ഒരു ഭാഗതാ ഈ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗം അത് ചൂടുകൊണ്ട് പൊട്ടിയതാണ് കേട്ടോ. ഈ എൻ്റെ വണ്ടിക്ക് മാത്രമല്ല, ഒരുവിധം വണ്ടികൾക്കൊക്കെ ഞാൻ കണ്ടൊരു സംഭവമാണിത്. ചൂട് കാരണം അത് വിണ്ടുകണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ സീറ്റ് കവർ മാറ്റാണ്ട്, ഗിയർ ബോക്സിൻ്റെ ഇവിടെ ഇതിന് ഗിയർ ബോക്സ് എന്നല്ല പറയാം. ഏതായാലും അവിടെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ട്, അങ്ങനെ എല്ലാവരും ചില്ലറ പണിയാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ വന്നിക്കണത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ ഫാസ് എടുക്കണത്. സമയം നമുക്ക് 10:30ക്കാണ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചൊരു 10:30 വന്നിട്ട് 10:45 ആകുമ്പോഴത്തേന് കയറാമെന്ന് വിചാരിച്ചു. എൻ്റെ ഭാഗ്യത്തിന് 10:27 ഇവിടെ എത്തി. കറക്റ്റ് 10:30 ഗേറ്റ് അടച്ചും ചെയ്തിട്ടാണ്. ഞാൻ കയറിയതിൻ്റെ ശേഷം വെറും 3 വണ്ടികളാണ് എൻ്റെ ബാക്കിൽ കയറിയത്. ഞാൻ ആ സമയം കുറച്ച് ഇതായിക്കണ വെച്ചെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ലേറ്റായിരുന്നു. കാരണം ഞാനൊന്ന് എന്താ പറയുക, 1-2 സ്ഥലത്ത് ബ്ലോക്കായി. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ ഇവിടെ എത്തി. പെട്ടെന്ന് ആ സമയത്ത് കറക്റ്റ് സമയത്ത് എത്തി. അങ്ങനെ 2:30 അപ്പോയിൻമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്ത് തന്നെ വരണം. അതിൻ്റെ 2:31 ആ സെക്യൂരിറ്റി ഉള്ളിലേക്ക് കടത്തി വിടൂല. അങ്ങനെ 10:27 ഇവിടെ എത്തി. പിന്നെ എൻ്റെ വണ്ടിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഫ്രണ്ടേജിൽ നോക്കിയാൽ കാണാം, ഒരു എന്താ പറയുക, എൻജിൻ ഓയിലിൻ്റെ ആ ഒരു സിമ്പിൾ ഇങ്ങനെ കത്തി കിടക്കണം. അപ്പോൾ അത് എന്തെങ്കിലും ഒരു വിഷയമാവുമോ എന്ന് എനിക്കുണ്ട്. എന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പോലും കണ്ടെത്തും, എന്നിട്ട് അടുത്ത പ്രാവശ്യം വരാൻ പറയും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവില്ല. ഇതിന് മുമ്പ് എൻ്റെ സെയിൽസ് വാന് ഇതേപോലെ വന്നിട്ട് ഞാൻ ആയിട്ട് കുടുങ്ങിനു. 2-3 പ്രാവശ്യം വന്നതിൻ്റെ ശേഷം ഒന്ന് ശരിയായി കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, സ്റ്റിയറിങ് നല്ല അടിയിലായിരുന്നു. അത്
അതിൻ്റെ ലോക്ക് റിലീസാക്കിയിട്ട് അത് ഏറ്റവും മേലക്കാക്കി. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല, ആ സിമ്പിള് ആ ഡിസ്പ്ലേ അടിയിലായതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കൂല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് സീറ്റ് ഏറ്റവും അടിയിലേക്ക് ഉണ്ടാക്കി. ഓര് ശ്രദ്ധിക്കുക, കാരണം നമ്മളിവിടെ സൈഡാക്കിയതിൻ്റെ ശേഷം, അതായത് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയതിൻ്റെ ശേഷം പിന്നെ നമുക്ക് അവിടെ റോളും ഇല്ല. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങും, ബാക്കി എല്ലാ കാര്യങ്ങളും ഓലാണ്. ഓല് നേരെ വണ്ടിക്ക് കയറും, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ കഴിച്ചിലാവുകയാണെങ്കിൽ കഴിച്ചിലാവട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അത് നമ്മൾ എൻജിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, എന്തോ ഒരു സെൻസർ കംപ്ലൈൻ്റ് ആണ്, വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. ലൈറ്റ് കത്തുന്നത് കുറേ അയക്കണത്, അല്ലാതെ എൻജിൻ ഓയിൽ കുറേ അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. വേറെ എന്തെങ്കിലും മിസ്റ്റേക്കൊന്നും ഇതുവരെ വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ വണ്ടി ഇവിടെ നിർത്തും, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓലാണ്. ആ റെഡ് വണ്ടി കണ്ട ബാക്കത്തെ ടയറൊക്കെ ഇങ്ങനെ കറക്കി വെക്കണം. അപ്പോൾ ബാക്കത്തെ ടയർ, അതേപോലെ എല്ലാ ലൈറ്റും കാര്യങ്ങളും, വൈപ്പർ, വണ്ടിൻ്റെ അടിഭാഗം, അതുപോലെ ഇൻറ്റീരിയൽ, എല്ലാ കാര്യങ്ങളും ഓല് കറക്റ്റ് ചെക്ക് ചെയ്യും. ഫ്രണ്ടത്തെ ടയറാണ് കറക്കണം. അതുപോലെ ബ്രേക്ക് ലൈറ്റ്, 4 എല്ലാ ലൈറ്റും കാര്യങ്ങളും എല്ലാതും ചെക്ക് ചെയ്യും. ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ഒഴിവാക്കി കിട്ടീന്, ഒരു 5-8 കൊല്ലം മുമ്പൊക്കെ. ഇപ്പം അങ്ങനെയല്ല. ഏതായാലും പാസ്സായി കിട്ടീൻ്റെ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഗ്ലാസ്സുമ്മേ. സമയം 10:30 ഞാൻ വന്ന് 11:10 ആയപ്പോൾ ഞാൻ കഴിച്ചിലായിട്ടാണ്. പെട്ടെന്ന് പരിപാടി വെച്ചു. ഓരോ ദിവസം ഓരോ വണ്ടിക്ക് ഓരോ കണക്കുകളുണ്ട് തോന്നുന്നു. ഇത്ര വണ്ടികൾ ആ കറക്റ്റ് സമയത്ത് വന്നാൽ കറക്റ്റ് സമയത്ത് പോവുകയും ചെയ്യാം. അല്ലാതെ നമ്മളിവിടെ വന്നേക്കാണ്ട് വരിക്കുക തിരക്ക് കൂട്ടുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ നാട്ടിൽ ഇതുവരെ ഇങ്ങനത്തെ പരിപാടിക്ക് പോയിട്ടില്ല. ഫാസ്റ്റ് പാസ്സായി അവിടുന്ന് റിട്ടേൺ വരുമ്പോൾ ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. കുറച്ച് തിരക്കുള്ള റോഡതിന്. അപ്പോൾ കുറച്ച് വയസ്സായ ചങ്ങായി റോഡ് ക്രോസ് ചെയ്തതാണ്. അപ്പോൾ മൂപ്പരെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മുമ്പിൽ വേറെ 3 വണ്ടികളുണ്ട്. അപ്പോൾ ഈ 3 വണ്ടികളും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച്, ഞാനും ബ്രേക്ക് പിടിച്ച്. എൻ്റെ വണ്ടി കറക്റ്റായിട്ട് നിന്ന്, പക്ഷേ 3 വണ്ടികളും, എൻ്റെ മുമ്പിലുള്ള 3 വണ്ടികളും കറക്റ്റായിട്ട് നിന്ന്, തട്ടും മുട്ടൊന്നും ചെയ്തില്ല. ഞാനും കറക്റ്റായിട്ട് മുന്നിലുള്ള വണ്ടി തട്ടാതെ ഞാനും കറക്റ്റായിട്ട് ബ്രേക്ക് പിടിച്ച് കണ്ട് നിന്ന്. പക്ഷേ എൻ്റെ ബാക്കിൽ വന്നവനെ എൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ കൊടുന്ന് കുത്തിച്ച്. ഭാഗ്യത്തിന് ഫാസ്റ്റ് എടുത്തുകാണ്ട് പാസ്സായി വരുന്ന സമയത്താണ് സംഭവിച്ചത്. നേരെ മറിച്ച് ആണ്ട് പോണ സമയത്താണെങ്കിൽ ഇന്ന് പാസ്സായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായി. ഏതായാലും പിന്നെ തിരക്കുള്ള സമയമായതുകൊണ്ട് വണ്ടികൾ വലിയ സ്പീഡിലല്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിലേറെ വലിയ രസം എന്താ വെച്ചാൽ, ഞാൻ എന്തിനാണ് ഈ വണ്ടികൾ ബ്രേക്ക് പിടിച്ചത് എന്ന് ഞാൻ നോക്കിയപ്പോൾ പിന്നെ അപ്പോഴാണ് ഞാൻ ആ കാണുന്നത്. മുമ്പിൽ കൂടെ ഒരു ചങ്ങായി, കുറച്ച് വയസ്സായ ആളൊരു വടിയും ഉണ്ട് കൈക്ക. അങ്ങനെ മൂപ്പരാണ് ക്രോസ് ചെയ്ത് കണ്ട് മൂപ്പര് 2 ഇതല്ല, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ. അപ്പോൾ അതിൻ്റെ നടുവിലൊരു ഡിവൈഡർ ഉണ്ട്, അതിന്മേൽ കയറിക്കാണ്ട് മൂപ്പര് ഈ എൻ്റെ മുമ്പിലുള്ള 3 വണ്ടികളുണ്ടല്ലോ ബ്രേക്ക് പിടിച്ചാൽ. അപ്പോൾ ഓരോട് ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ആ ചങ്ങായി നമ്മളിവിടെ ആക്സിഡൻ്റ് ആയത് കണ്ടിട്ടില്ല, മൂപ്പരെങ്ങനെ കാണിച്ചാണ് മൂപ്പര് പോവുകയും ചെയ്ത്. നമ്മളൊരാരാണ് കൂറോളം പോയി. അപ്പോൾ വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കഴിച്ചില്ലായി അൽഹംദുലില്ലാ. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഈ ഒരു ഇത് വരുന്നതാണ്, എന്ത് നമ്മളെ എയർ ബാഗ് വരുന്നതാണ്. ഇവിടെ ബ്ലാക്ക് ചെയ്യുന്നു, അതായത് ഇതേപോലെ തന്നെ ഇതിന് ഇവിടെയൊക്കെ. പക്ഷെ അത് ഇവിടുത്തെ വെയിലിൻ്റെ ചൂടിൻ്റെ പവർ കൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വിണ്ടീനു പൊട്ടീനു. ഒരുവിധം വണ്ടികൾക്കൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഇവിടെ, കാരണം അങ്ങനത്തെ ചൂടാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ വേറൊരു ഈ കളർ വെച്ച്, പിന്നെ അപ്പോൾ അതിൻ്റെ ഇതനുസരിച്ചുള്ള ഇവിടെയൊക്കെ മാറ്റി കൊടുത്ത്, അതേപോലെ സീറ്റൊക്കെ ആ കളറാക്കി. അപ്പോൾ ഇതൊക്കെ പിന്നെ സീറ്റൊക്കെ കുട്ടികളിങ്ങനെ കയറിയിട്ടേ അവർ മാന്തി പൊളിച്ചീനാകെ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഇടയ്ക്കൊരു ഇത് വന്നീന്, എൻജിൻ ഓയിൽ കുറഞ്ഞാലൊക്കെ ഒരു ചിഹ്നം വരുമല്ലോ. അപ്പോൾ അത് വന്നീന്. അതിന് ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ, അതിന് ചെയ്തത് ഭയങ്കര വിഷയമുണ്ട്. എനിക്കൊരു പിന്നെ ഒരു ഇതുണ്ടായിന്, ഡൗട്ട് ഉണ്ടായിന് അതിൻ്റെ ഒരു വിഷയത്തിൽ പിന്നെ പാസ്സാവാതിരിക്കുമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ, ഈ സ്റ്റാറിങ് ഉണ്ടല്ലോ, ഈ സ്റ്റാറിങ് ഇപ്പം ഞാൻ താറ്റിക്കാണ്ടാണ് വെച്ചിരിക്കണത്. അപ്പോൾ ഈ സ്റ്റാറിങ് ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ലോക്കോ ഓഫ് ആയിക്കാണ്ട് കുറച്ച് പൊന്തിച്ച്, ഇതുവരെ പൊന്തും. അങ്ങനെ ഞാൻ ഇതിലാണ്ട് ലോക്കാക്കിച്ച്. അപ്പോൾ കാണൂല, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റൂല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, സീറ്റ് ഏറ്റവും അടിയിക്കാക്കി. ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിനൊന്നും നിൽക്കൂല. നമ്മൾ ഏത് രീതിയിലാണ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ കയറിക്കാണ്ടാണ്
അതിലിരുന്ന് കാണാണ് ഓല് ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്നാൽ ഈ ഒരു കാഴ്ചയാണ് ഫ്രണ്ടിക്ക് കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അതിന് കഴിച്ചിലായി. ഇതിപ്പോൾ കാണില്ല കേട്ടോ, കുറച്ചില സമയത്ത് വരുന്നുണ്ട്. അതെന്തോ സെൻസറിൻ്റെ എന്തോ പ്രശ്നമാണ്, വേറെ എൻജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മളിതിൽ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ടയറൊക്കെ ആദ്യം തന്നെ മാറ്റിയിരുന്നു. എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ പോലും ഇത് കിട്ടൂല. പിന്നെ ഈ ഒരു പേരിൻ്റെ ഇവിടുത്തെ ഇതാരോ എടുത്തുകൊണ്ട് പോയിക്കണേ, ഏതായാലും വേറെ വണ്ടിക്ക് ഇത് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തതൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഈ എംബ്ലം വേറെ ഏതെങ്കിലും വണ്ടിക്കില്ല വെച്ചെങ്കിൽ ഇത് എവിടെയെങ്കിലും കണ്ടാൽ ആൾക്കാർ ഇത് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതാണ് വണ്ടി തട്ടിയത് പറഞ്ഞാൽ ഈ റിഫ്ലക്ടർ പൊട്ടിക്കാണ്ട് പോയി. ഭാഗ്യത്തിന് അതിമ കഴിച്ചിലായിട്ടാ. മറ്റവൻ്റെ വണ്ടിക്ക് അത്യാവശ്യം പരിക്കുണ്ട്. അത് ആദ്യമുള്ള പരിക്കാണോ എന്നറിയില്ല. നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കി. നമുക്കൊരു പണി കിട്ടിയെന്താ വെച്ചാൽ ഈ ഒരു കളറായതുകൊണ്ട് ഈ കുട്ടികളൊക്കെ കയറിയാൽ മക്കളൊക്കെ കയറിയാൽ പെട്ടെന്ന് ചളിയാവും, അത് വേഗം അറിയും. അപ്പം ഞാൻ എൻ്റെ സീറ്റിലാണ് മെയിനായിട്ട്. കാരണം നമ്മളെപ്പോഴും ഈ ഇറങ്ങലും ഇതാക്കൂലല്ലേ, ഇരിക്കലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ഇത് മേടിച്ചിക്കാണ്ട് സീറ്റും മട്ട്. ഇതിപ്പോൾ കുറച്ച് 2 ദിവസം ഉണ്ടാവും ആക്കി കഴിഞ്ഞാൽ ചളിയൊക്കെ ഈ കാരം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഏതായാലും എൻ്റെ വീഡിയോസ് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക് യു.